ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമേ ഞാനിവിടെ എടുത്തേക്കുന്ന നമ്മുടെ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ കടുകെണ്ണയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു 2 സ്പൂൺ ഇങ്ങനെ മാറ്റിയെടുക്കണം. കാരണം നമുക്ക് ഈ നല്ലെണ്ണ നമ്മൾ അച്ചാറിടുന്ന ബോട്ടിലിനകത്ത് കുപ്പിക്കകത്ത് നല്ലെണ്ണ ശകലം തടവിക്കൊണ്ട് വേണം നമുക്ക് ഈ അച്ചാർ ഇട്ട് വെക്കാൻ. അപ്പം ഒരിക്കലും അച്ചാർ കേടാകത്തില്ല. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതൊന്ന് നല്ലെണ്ണ ചൂടായിട്ട് നമുക്കൊരു 2 സ്പൂണിന് കോരിയെടുക്കണം. നല്ലെണ്ണ ചൂടായി വരട്ടെ. ഇഞ്ചി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് പച്ചമണം ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നമ്മളിത് നോക്കണം. ഇല്ലെങ്കിൽ അച്ചാർ കേടാവാൻ ചാൻസ് ഉണ്ട്. വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം നമുക്കത് അപ്പോൾ സ്റ്റൗവിൻ്റെ തീ അങ്ങ് കുറയ്ക്കണം. കായപ്പൊടി, ഉലുവപ്പൊടി, 2 സ്പൂണ് വിനീഗർ ഒഴിച്ച് ഒത്തിരി സമയം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം. അതിന് ഉപ്പ്, ഒരര സ്പൂണ് പഞ്ചസാര. ഇതിൻ്റെ കയ്പ്പ് രസം ഉപ്പും എല്ലാം തുല്യ രീതിയിലാകാൻ വേണ്ടി. അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി. ഈസി നാരങ്ങ അച്ചാർ റെഡി. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.